KSEB ജീവനക്കാരൻ സന്തോഷിന്റെ മരണത്തിൽ പാറശാല ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം. ചികിത്സ വൈകിപ്പിച്ചതാണ് സന്തോഷ് മരിക്കാൻ കാരണമെന്ന് സഹോദരൻ അനന്തു റിപ്പോർട്ടറോട് പറഞ്ഞു. ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല. അറിയാവുന്ന ഒരു ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷ് രക്ഷപ്പെടുമായിരുന്നുവെന്നും പറഞ്ഞു. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്തുവെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആശുപത്രിക്കാർ പറയുന്ന അവരെ ഭാഗത്തുനിന്ന് ഒരു പിഴവും പറ്റിയിട്ടില്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങളെ സഹോദരൻ്റെ ജീവന് വേണ്ടി ഇവിടെ പിടയുന്നത്, ഇവർക്ക് ഓക്സിജൻ പോലും കണക്ട് ചെയ്യാൻ പറ്റാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പാര കടന്ന് ഓടുന്നത് ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ഡോക്ടറും 3 നേഴ്സുമാരും ഉണ്ട്. ഈ കാഷ്വാലിറ്റിയിൽ വന്നിട്ട് ഒരു ഡോക്ടറും 3 നേഴ്സുമാരും, ഈ കൂടെയുള്ള 3 നേഴ്സുമാർക്കും ഒരു കാഷ്വാലിറ്റിയിൽ ഒരു ക്രിട്ടിക്കലായിട്ടൊരു രോഗി വന്നാൽ അവരടുത്ത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. എവിടെയുള്ള മോണിറ്ററും ഓക്സിജൻ്റെ അതും കണക്ട് ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല. ഡോക്ടർ CPR കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഇവരടുത്ത് പറയുമ്പോൾ അവരത് ചെയ്യത്തില്ല. ഈ CPR കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ ഇത് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഈ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി അടുത്തുള്ള സെൻട്രലൈസർ ഓക്സിജൻ്റെ അതിൽ കണക്ട് ചെയ്തപ്പോൾ അതിൽ ഓക്സിജൻ ഇല്ല. ഉടനെ തന്നെ അടുത്ത് വേറെ എവിടെ പോയിട്ട് ഒരു സിലിണ്ടർ എടുത്തിട്ട് വന്നു. അപ്പോൾ ഇത്രയും സമയം ഇവിടെ ലാഗായാണ്. ഒരാൾ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ അവർ ഈ ഓക്സിജനില്ലാതെ വെറും ഒരു മാസ്ക് മാത്രം എടുത്ത് മുഖത്ത് ഒരു പൊത്തി പിടിച്ചിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ എല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം ആ ഓക്സിജൻ മാസ്കും എടുത്തു മാറ്റി അവിടെ ഇരുന്ന സെൻട്രലൈസർ ഓക്സിജൻ്റെ അതിനു വേണ്ടി ഒരു ടെക്നീഷ്യൻ വന്ന് നോക്കിയതിന് ശേഷമാണ് അത് തുറന്ന് ഞങ്ങൾക്കേ കാണിച്ചത് അതിൽ ഓക്സിജൻ ഉണ്ടെന്ന്. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആദ്യമേ അതിൽ കണക്ട് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന സാധനം വർക്കല്ലാതെ വെറുതെ ഡമ്മി ആയിട്ടാണ് ഇത് വച്ചിരുന്നത്. അതുപോലെ ഡോക്ടർമാരും നേഴ്സുമാരും തമ്മിൽ വാക്ക് തർക്കുക. ഏതാ ഡോക്ടർ പറയുന്ന ഒരു കാര്യം ഒരു ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ല. ആ മോണിറ്ററിൽ സ്വിച്ച് ചെയ്യാതെ സ്വിച്ച് എടുക്കാൻ പറഞ്ഞു. പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ പാറശാല ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് കൂടെയുണ്ടായിരുന്നവർ പറയുന്നത്. ആശുപത്രി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രതീഷ്? സ്മൃതി, മരിച്ച സന്തോഷ് KSEBയുടെ താൽക്കാലിക ജീവനക്കാരനാണ്. ഇന്നലെ 4:45 കൂടിയാണ് കുഴഞ്ഞു വീണ സന്തോഷിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ വെച്ച് ചികിത്സ കിട്ടിയില്ല, ചികിത്സ വൈകിപ്പിച്ചു എന്നതാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോപണം. നിലവിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഈ കൊണ്ടുവരുമ്പോൾ തന്നെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു, ഹാർട്ട് ബീറ്റ് വളരെ കുറവായിരുന്നു എന്നതാണ്. ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നു എന്നതാണ് ഇന്നലെ സന്തോഷിനെ കൊണ്ടുവന്ന സഹപ്രവർത്തകരും ബന്ധുക്കളും പറയുന്നത്. ആശുപത്രിയിൽ എത്തുമ്പോൾ ഒരു ഡോക്ടറും ഒരു ഡ്യൂട്ടി ഡോക്ടറും 3 നഴ്സുമാരുമാണ് ഉണ്ടായിരുന്നത്. ഈ പരിചയക്കുറവ് നഴ്സുമാർക്കുണ്ടായിരുന്നു. അവർ ചെല്ലുമ്പോൾ ആശുപത്രിക്കകത്ത് ലൈറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഇവർ വന്ന ശേഷമാണ് ഈ ഡ്യൂട്ടി ഡോക്ടർ അവിടെ എത്തിയത്. പക്ഷേ CPR കൊടുക്കുന്നതിലും ഓക്സിജൻ നൽകുന്നതിലും അടക്കം കാലതാമസം ഉണ്ടായി എന്നതാണ് ഈ കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ആരോപണം. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ സന്തോഷിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. മരണത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം ഹൃദയാഘാതമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടായിട്ടുണ്ടോ, ചികിത്സ വൈകിപ്പിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്ന ശേഷമായിരിക്കും വ്യക്തമാവുക. എന്തായാലും വലിയ പ്രതിഷേധം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ട്. ഇന്നലെ രാത്രി അടക്കം വലിയ പ്രതിഷേധം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ അടുത്താണ് ആശുപത്രിയുടെ പുതിയ കെട്ടിടം നവീകരിക്കുകയും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒപ്പം ഈ ആശുപത്രി ജീവനക്കാരുടെ വലിയ ക്ഷാമമുണ്ട്. കാരണം ഒരു ഡ്യൂട്ടി ഡോക്ടർ മാത്രമാണ് വൈകുന്നേരം ഉണ്ടായിരുന്നത്. ഈ നഴ്സുമാരും 3 പേരായിരുന്നു. അത്തരത്തിൽ ഈ ആളുകളുടെ ക്ഷാമം ഉണ്ട് എന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പിഴ ഉണ്ടായിട്ടില്ല, തങ്ങൾക്കാകാവുന്ന എല്ലാം ചെയ്തു എന്നതാണ് അവർ ഇപ്പോൾ വിശദീകരിക്കുന്നത്.